ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സഹിഷ്ണുതയ്ക്കുള്ള കിരീടം വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന ആർക്കാന്നറിയാമോ? ആർക്കാ? ക്രിസ്തപാസ്റ്റർക്കോ? അല്ലല്ല, ബന്ധപ്പോസുകാർക്ക് മൊത്തത്തിൽ കിട്ടും. നിങ്ങളെ പോലുള്ളവർക്ക്. ബന്ധപ്പോസ് വിശ്വാസികൾക്ക്, പാസ്റ്റർമാർക്കല്ല കിട്ടുന്നത്, വിശ്വാസികൾക്ക്. കാരണം എനിക്ക് തോന്നിയത് 4ാമത്തെ പ്രസംഗം ഇന്ന് ഇവിടെ തന്നെ. എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കാനിരിക്കുന്ന നിങ്ങളെ ഞങ്ങളെ സഹിച്ചിരിക്കുന്നതിൽ അവിടെ ചെല്ലുമ്പോൾ സഹിഷ്ണുതയുടെ കിരീടം കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായോ? ഓ, നിങ്ങളത് കേട്ടിട്ട് കൈയടിക്കുന്ന പോലും ഇല്ല. ഞാൻ കൈയടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് 5ാമത്തെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. ഈ ഒരു പ്രസംഗം കൂടെ ഉണ്ട് ഇന്ന്. അതുകൊണ്ട് ഞാനും വളരെ ക്ഷീണിതനാണ്. വേണ്ട വിധത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന യാത്രാ മധ്യത്തിൽ 2 ദിവസത്തേക്ക് ഈ സ്ഥലത്തൊന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു റെഗുലർ വിസിറ്റർ അല്ല ഞാൻ. പല പ്രാവശ്യം ഈ സ്ഥലം വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ഈ സ്ഥലം വഴി യാത്ര ചെയ്തു. പാസ്റ്റർ വിൽസൺ അവർ എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സഹിഷ്ണുതയുടെ കിട്ടുമെന്ന് പറഞ്ഞതല്ലേ. അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി സത്കരിച്ചു, എന്നെ തിരിച്ചു കൊണ്ടുവിട്ടു. അങ്ങനെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് കയറ്റി പറഞ്ഞാൽ, ഞങ്ങൾ 2 പേരും ജനിക്കുന്നതിന് മുമ്പ് ഒരു 63 വർഷങ്ങൾക്ക് മുമ്പ്, എന്നാലും ഞങ്ങൾ രണ്ടുപേരുടെയും പ്രായം 63 താഴെയെന്ന് മനസ്സിലായത്. 63 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ മാതൃസഭയിലെ പാസ്റ്ററായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു വൈകാരിക ബന്ധം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഇന്നും ഞങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദ ബന്ധത്തിലാണ് ആ കുടുംബത്തിലെല്ലാം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി കഴിയുന്നത്. അങ്ങനെയുള്ള നല്ല ആ ബന്ധം ഞങ്ങൾക്ക് തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഒത്തിരി മുഖവരി ഒന്നും പറയുന്നില്ല. കർത്താവിന്റെ ദാസൻ സാമാണ് എന്നെ ഇന്നത്തെ ഈ ദിവസത്തെ ഈ പരിപാടികളെല്ലാം ഇങ്ങനെ എനിക്ക് അറേഞ്ച് ചെയ്ത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ 6 യോഗത്തിന് പ്രസംഗിക്കണമെന്നുള്ള കാര്യം. കർത്താവിന്റെ ദാസൻ സാമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവജനം സംസാരിച്ച് കടന്നുപോയ കർത്താവിന്റെ ദാസൻ സാം ജോർജ് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. കൊച്ചു പ്രായം പോലെ ഒരുമിച്ച് ഞങ്ങൾ വിവിധ നിലകളിൽ പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന പലരെയൊക്കെ എന്റെ സുഹൃത്തുക്കളായിട്ടും ബന്ധത്തിലും ചർച്ചയിലും വിട്ടതൊക്കെ എന്റെ മുന്നിലിരിപ്പുണ്ട്. ആരുടെയും പേരുകളൊന്നും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഷാർജ വർഷിപ്പ് സെന്ററിൽ, APC വർഷിപ്പ് സെന്ററിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ ഒരു വാക്ക് എന്റെ അനുഭവം എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ കിട്ടിയ സമയം കൊണ്ട് ഒരു ചെറിയ ഒരു മെസ്സേജ്, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മെസ്സേജ് ഇന്ന് കേട്ട് ഇതെല്ലാം കൂടെ ദഹിക്കുന്ന കാര്യമായ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരു ചെറിയ മെസ്സേജ് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒരു 92 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന എന്റെ പിതാവിന്റെ മാതാപിതാക്കൾ അവരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ 3ാം തലമുറക്കാരനായി ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. കുഞ്ഞുപ്രായത്തിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ അതിലെ കൽപ്പനകൾ അനുസരിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കേരളത്തിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുള്ള ബന്ധത്തിൽ സൺഡേ സ്കൂൾ, PYP പ്രസ്ഥാനങ്ങളിലും കേരള സ്റ്റേറ്റ് കൗൺസിലും ഒക്കെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കി. 23 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് അമേരിക്കയിലേക്ക് അയച്ചു. ഏകദേശം 13 വർഷം അവിടെ ജോലി ചെയ്യുവാൻ ദൈവം അവസരം നൽകി. കഴിഞ്ഞ 10 വർഷമായിട്ട് പൂർണ്ണസമയം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വിശിഷ്യ ഒരു 18 വർഷം മുൻപ് എന്റെ മാതൃസ്ഥലത്ത് തന്നെ കൊട്ടാരക്കരയ്ക്ക് എടുത്തു തീർക്കണമെങ്കിൽ തന്നെ ഒരു ബൈബിൾ സ്കൂള്, ഒരു ചെറിയ വേദപഠനശാല ആരംഭിക്കുവാൻ ദൈവം അവസരം നൽകി. അവിടെ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളെ ദൈവവചനം പഠിപ്പിച്ച് കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അവർ കർത്താവിന്റെ വേലയിൽ അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷം മുൻപ് കർത്താവ് തന്ന ദർശന പ്രകാരം പശ്ചിമ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു പോകുവാനും അവിടെയുള്ള സവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടയായി. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തന ഫലമായി 48 സഭകൾ അവിടെ ഉടലെടുക്കുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. ഈ 48 സഭകളിൽ ഒറ്റ മലയാളികൾ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ചെല്ലുമ്പോൾ മലയാളം പറയാൻ ഒരു കുഞ്ഞുങ്ങളെ പോലും കിട്ടത്തില്ല. അവരുടെ ട്രൈബൽ ലാംഗ്വേജും അതുപോലെ തന്നെ ഹിന്ദിയും ബംഗാളിയുമാണ് സംസാരിക്കുന്നത്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഹിന്ദി പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് കേരളം വിട്ടെങ്ങും പോയിട്ടില്ല. അതുകൊണ്ട് ഹിന്ദി പോലും പഠിക്കുവാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവർ പറയുന്ന കുറെയൊക്കെ മനസ്സിലാകുന്ന മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ കടന്നുപോയി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഞാൻ വന്ന വഴിയാണ്. ബംഗാളിലേക്ക് പോകാനുള്ള യാത്രാമധ്യേ 2 ദിവസം ഇവിടെ ഇറങ്ങിയുള്ളൂ. നാളെ രാത്രിയിൽ ഇവിടെ നിന്ന് കേരളത്തിലേക്കും അവിടെ നിന്ന്
2 ദിവസം കഴിച്ച് ബംഗാളിലേക്ക് കടന്നു പോകുന്നു. ആ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. ഒരു ഓർഫനേജ് അവിടെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം മറ്റു ധാരാളം പ്രവർത്തനങ്ങൾ ഞാനിത് പറഞ്ഞത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ്. വെസ്റ്റ് ബംഗാളിലെ പോപ്പുലേഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെ വെസ്റ്റ് ബംഗാളിലെ അറിയുന്നേ? കേരളത്തിലെ അറിയാമോ എന്ന് കൃത്യമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എത്ര പേര് പറയുമെന്ന്. അതെനിക്ക് സ്തോത്രം. വെസ്റ്റ് ബംഗാളിൽ 93 മില്യൺ ആളുകൾ, അല്ലെങ്കിൽ 9.3 കോടി, 9.3 കോടി ജനങ്ങൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. അതിൽ 0.6% ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. യേശു എന്ന വാക്ക് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ലക്ഷങ്ങൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ എന്നെ ഓർക്കണമെന്നില്ല, അതിൽ സ്തോത്രം എന്റെ പേര് പോലും ഓർക്കേണ്ട, വെസ്റ്റ് ബംഗാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൽ ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത 100 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസം തോറും കർത്താവിനെ അറിയാതെ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസർ ഓർപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ദുബായിൽ വീണ്ടും തിരിച്ചു മടങ്ങിപ്പോയി ഒരു യോഗത്തിലൂടെ സംബന്ധിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധയിലിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 2 Kings chapter 3 verse 20. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ വാക്യം വായിച്ചു. അത് തന്നെ മതി. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. ദേശം എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് നിറഞ്ഞു. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ച് പ്രവാചകൻ പറഞ്ഞ ഒരു ദർശനം, പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ട് നമ്മൾ ആ വാക്യത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുവാ? മഴ കാണുകയില്ല, കാറ്റ് കാണുകയില്ല, താഴ്വരകൾ എന്ത് ചെയ്യണം? കുഴികൾ വെട്ടണം. വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായ ദൂതുകൾ നിങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഒട്ടനവധി, പ്രത്യേകിച്ച് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർ സാധാരണ പ്രസംഗിക്കുന്ന ഒരു ഭാഗമായിട്ടല്ലേ ആണ്. അത് ധാരാളം കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ എന്റെ വിഷയം അതേ അല്ല. ആ വിഷയവുമായിട്ട് ഒന്നും ഞാൻ അത് താരതമ്യപ്പെടുത്തി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ആ ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ സ്തോത്രം, അതിനുവേണ്ടി മാത്രം ആ ഭാഗത്തേക്ക് വരട്ടെ. അതിന് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ ആ കാലത്തെ യഹോവരാജൻ പറഞ്ഞു വായിച്ചു. ഏതോ വഴിയായി പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഇവിടെ യോദാ രാജാവുമായി ഏതോ രാജാവുമായിട്ട് കമ്പനി ചേർന്ന് 3 രാജാക്കന്മാർ, 9-ാം വാക്യത്തിൽ പ്രതി ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും അതുപോലെ തന്നെ ഏതോ രാജാവുമായി ഒരുമിച്ച് കൂടി അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ചരിത്രം ഒന്ന് നിങ്ങളുടെ ഓർമ്മയെ കൊണ്ടുവരുവാൻ വേണ്ടി അവർ ഒരുമിച്ച് ചേർന്ന് 7 ദിവസം യുദ്ധം ചെയ്യുവാൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ച് നടന്നു. 7 ദിവസം ചുറ്റി സഞ്ചരിച്ച് നടന്നപ്പോൾ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളമില്ലാതായി, അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതായി. ആകെ പ്രശ്നത്തിൽ കലാശിച്ചപ്പോൾ, വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവർ ആകെ വിഷമിച്ചു. അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല, അവർക്ക് യാതൊരു നിർവാഹമില്ല, അവരുടെ കന്നുകാലികൾക്ക് കുടിക്കുവാൻ വെള്ളമില്ല, അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. ആകെ പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇനി എന്താണ് മാർഗം? അവർ പല മാർഗങ്ങൾ ആരാഞ്ഞിട്ട് ഇനി നമുക്ക് അവസാനം അവർ പറഞ്ഞു, നമുക്ക് യഹോവയോട് അരുളപ്പാട് ചോദിക്കുവാൻ ആരെയെങ്കിലും ഒരു മനുഷ്യനെ കിട്ടുമോ, ഒരു വ്യക്തിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, യഹോശാഫാത്ത് പറഞ്ഞത് ഒരു കാര്യമുണ്ട്. ആരെ കിട്ടുമെന്ന് പറഞ്ഞു? ഏലിയാവിന്റെ കൈക്ക് വെള്ളം കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം ഏലീശയോട് ചെന്ന് ചോദിച്ചാൽ, ദൈവപുരുഷനായ ഏലീശയോട്
ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവൻ ഒരുപക്ഷെ നമുക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏലീശയുടെ അടുത്ത് ചെന്ന് ആലോചന ചോദിക്കുമ്പോൾ പല കാര്യങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ ചോദിച്ചപ്പോൾ ഏലീശ അവർക്ക് കൊടുത്ത മറുപടിയാണ്, ഏലീശ അവർക്ക് കൊടുത്ത ദൂതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മഴ കാണുകയില്ല, കാറ്റ് കാണുകയില്ല, താഴ്വരകളിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? കുഴികൾ കുഴിക്കണം, താഴ്വരകളിൽ കുഴികൾ കുഴിക്കണം. എന്ത് ചെയ്തു? ദൈവദാസനായ ഏലീശ പറഞ്ഞതുപോലെ അവരത് ചെയ്തു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ വിഷയം അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. യഹോവയായ ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന, യഹോവയായ ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന, നിന്നോട് അറിയിക്കുന്ന അരുളപ്പാട് നീ അതുപോലെ അക്ഷരം പ്രതി നീ അത് സ്വീകരിക്കുവാൻ, അക്ഷരം പ്രതി അത് അനുസരിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിന്റെ അനുസരണത്തിനൊത്തവണ്ണം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞാൻ നീയും സേവിക്കുന്നവരായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവരെന്ത് ചെയ്തു? കുഴികൾ വെട്ടി. ഞാൻ പറഞ്ഞല്ലോ എന്റെ വിഷയം അതല്ല. ഹല്ലേലൂയ സ്തോത്രം. കുഴികൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. യാഗത്തിന്റെ സമയത്ത്, ഭോജനയാഗത്തിന്റെ സമയത്ത്, അടുത്ത ദിവസം രാവിലെ തന്നെ ഹല്ലേലൂയ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എവിടുന്ന് വഴിയ? ഏതോ വഴിയായി വെള്ളം വരുന്നത് കണ്ടു. സ്തോത്രം. എന്റെ വിഷയം ആ വാക്കാണ്. ഏത് വഴിയാ വെള്ളം വന്നത്? ഏത് വഴിയാ വെള്ളം വന്നത്? ഏത് വഴിയാ വെള്ളം വന്നത്? സ്തോത്രം. നിങ്ങൾ അതിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ ചരിത്രം മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഏതോ വഴിയായി? വളരെ കറക്റ്റായിട്ട്, വളരെ കൃത്യമായി പരിശുദ്ധാത്മാവിൽ തെറ്റുപറ്റുകയില്ല. അവർ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവദാസൻ അരുളി ചെയ്ത അരുളപ്പാട് പ്രകാരം അവർ കുഴികൾ കുഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം വന്നത് ഏതോ വഴിയായിരുന്നു. അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. നിങ്ങൾക്കത് തെളിയിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സംഖ്യാപുസ്തകം 20-17 മുതൽ. ഏതോ രാജാവിനോട് ഇസ്രായേൽ മക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കൾ യാത്ര തിരിച്ച് മുന്നോട്ട് കടന്നു വന്ന സമയത്ത് അവർക്ക് ഏകദേശം ഹല്ലേലൂയ ആ വാഗ്ദത്തനാടിനോട് അടുക്കാറായ സമയത്ത് അവർക്ക് കടന്നു പോകുവാൻ വേണ്ടി അല്പം വഴി ചോദിക്കുന്ന അവസരം ഏതോ രാജാവിനോട് വന്ന് ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്റെ ദേശത്ത് കൂടെ ഒന്ന് കടന്നു പോകുവാൻ അനുവദിക്കണം. കേൾക്കണമേ, ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ എന്ത് ചെയ്യില്ല? കയറുകയില്ല. നോക്കണം, നിങ്ങളുടെ വെള്ളം ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? കുടിക്കുകയുമില്ല. ഞങ്ങൾ ഹൈവേയിൽ കൂടെ തന്നെ പോയിക്കൊള്ളാം. കൊച്ചു ഊടുവഴികളിൽ കൂടെ പോകത്തില്ല. രാജപാതകളിൽ കൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം. അടുത്തത് ഹല്ലേലൂയ സ്തോത്രം. ഏദോമിന്റെ അതിർ കഴിയുന്നത് വരെ ഈ രാജപാതയിൽ കൂടെ അല്ലാതെ ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ മാറുകയില്ല. എന്തൊക്കെ കണ്ടീഷൻ പറഞ്ഞാലും നിങ്ങൾ എന്റെ നാട്ടിൽ കൂടെ കടക്കുവാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല? പെർമിഷൻ തരത്തില്ല. ഒരുപക്ഷെ അങ്ങനെ അനുമതിയില്ലാതെ പോയാൽ ഞാൻ വാറുമായി വരും. അടുത്തത് ഉത്തരം കേട്ടു. അടുത്തത് ഇസ്രായേൽ മക്കൾ പറയുന്ന ബാക്കിയുള്ള മറുപടി കേട്ടെ. ഞങ്ങൾ പിന്നെയും പറയാണ്, ഞങ്ങൾ പെരുവഴിയിൽ കൂടെ മാത്രം പോയിക്കൊള്ളാം. ശ്രദ്ധിക്കുക. അറിയാതെ പോലും ഉരിയാട പ്രാണികളായ, ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഉരിയാട പ്രാണികളായ മൃഗങ്ങൾ പോലും അറിയാതെ ഇച്ചിരി വെള്ളം നിന്റെ ദേശത്തു നിന്ന് കുടിച്ചാൽ അതിന്റെ വില പോലും ഞാൻ തന്നുകൊള്ളാമെന്ന് ഇസ്രായേൽ മക്കൾ ഏദോം രാജാവിനോട് പറഞ്ഞിട്ട് പോലും ഏദോം രാജാവ് അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയട്ടെ. ഏത് രാജ്യത്ത് തന്റെ ജനത്തിന് വെള്ളം വിലക്കിയോ, ഏത് സ്ഥലത്ത് തന്റെ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വെള്ളം വിലക്കിയോ, അവിടെ നിന്ന് തന്നെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഹല്ലേലൂയ ഒരു വലിയ സമൂഹത്തിന് കുടിക്കത്തക്കവണ്ണം ദൈവം വെള്ളം വരുത്തി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനെ നിന്നോടുള്ള ദൂതാണെന്ന് രാത്രി വിളിച്ചു പറയുന്നത്. നിന്റെ നന്മ നിറഞ്ഞ സ്ഥലത്ത് നിന്ന്, നിന്റെ അനുഗ്രഹത്തെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന്, നിന്റെ ഉറവകളെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന്, നിന്റെ ഉയർച്ചയെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് നിനക്ക് വേണ്ടി നന്മ വരുത്തി തരുന്ന ദൈവമാണ് നാം സേവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ.
ഇവിടെ ഇരിക്കുന്ന എന്റെ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ഉയർച്ച നിറഞ്ഞ സ്ഥലത്ത്, നിന്റെ നന്മ നിറഞ്ഞ സ്ഥലത്ത്, നിനക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആര് നിനക്കെതിരായി നിന്നോ അവനെ കൊണ്ട് നിനക്ക് വേണ്ടി വഴികളെ തുറന്ന, നന്മ വഴികളെ തുറന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ നീ മറന്നുപോകരുത്. എവിടെ നിന്റെ ഉറവ അടച്ചു കളഞ്ഞുവോ, എവിടെ നിന്റെ നന്മ അടച്ചു കളഞ്ഞുവോ, ഹല്ലേലൂയ, നിന്റെ ഉറവ എവിടെ ആരടച്ചു കളഞ്ഞോ അവിടെ നിന്ന് തന്നെ നിനക്ക് വേണ്ടി ഹല്ലേലൂയ നന്മ വരുത്തുന്ന ദൈവം. ദൂത് മനസ്സിലാക്കിയ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയെത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു കളഞ്ഞ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മുടെ ബോസുമാര് അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ജോലി സ്ഥലങ്ങളിൽ പോലും നമ്മുടെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ നന്മകൾക്ക് ഹല്ലേലൂയ സ്തോത്രം, ആ നന്മകളെ തടഞ്ഞു വെച്ചിട്ട് നന്മകൾ നമുക്ക് വേണ്ടി അവരുടെ കൈകൊണ്ട് തന്നെ തന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന്റെ രീതിയാണ് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം വന്നത് ഏത് വഴിയാണെന്ന് പറഞ്ഞേ, ഏതോ വഴിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഏതോ രാജാവ് ഇസ്രായേൽ മക്കൾക്ക് വെള്ളത്തെ അവിടെ മുടക്കിയെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ ജനത്തിനു വേണ്ടി വെള്ളം ദൈവം ഒഴുക്കിവിട്ടത് ഏതോമിൽ നിന്ന് തന്നെയായി. സ്തോത്രം. ദൈവം ചെയ്ത നന്മകളെ നാം മറക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നതാണ്. ഒരു ശ്രദ്ധിക്കണം, എവിടെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ചില കരവും ചില ചരിത്രങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ അത് തന്നെ ഞാൻ വിശദീകരിച്ചത്. ഏതോ വഴിയായ എന്ന് പ്രത്യേകം ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എടുത്തു പറയാനുണ്ടായ കാരണം ഒരിക്കൽ ഏതോമിൽ തന്റെ ജനത്തിനു വേണ്ടി വെള്ളം തടയപ്പെട്ടതുകൊണ്ടാണ്. വെറുതെ എഴുതി പിടിപ്പിച്ചു വെച്ചതല്ല. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് കർത്താവിന്റെ ദാസൻ സാംജോടി സംസാരിച്ച വിഷയത്തോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യം. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടന്ന ഒരു സംഭവം. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 1:4. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എന്ത് ചെയ്ത് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ശ്രദ്ധിച്ചേ, ഒരു 4 കാര്യങ്ങൾ പെട്ടെന്ന് അതിനകത്ത് ഞാൻ പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? 1, നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. 2, എവിടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എവിടെ? യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എന്തിനായി കാത്തിരിക്കണമെന്നാ? എന്തിനായിട്ടാ? പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി. കർത്താവ് പറഞ്ഞത്, ഞാൻ പോകും, എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യത്തിനെ ഞാൻ അയച്ചു തരും. അതായിരുന്നു വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നാൽ പറയാത്തൊരു കാര്യമുണ്ട്. എപ്പോൾ വരെ എത്ര സമയം കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു 4 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു 10 ദിവസം കാത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ദാസൻ യോഗത്തിന് വന്നവരുടെ കൈ ഒപ്പിക്കണമെന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ 10 ദിവസം കാത്തിരിക്കണമെന്ന് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മളെ പോലുള്ളവരാണെങ്കിൽ, എന്നെ പോലുള്ളവരാണെങ്കിൽ 10 ദിവസം കാത്തിരിക്കണം. 10ാമത്തെ ദിവസം എന്ത് ചെയ്യും? ഞാൻ ഈ കാര്യത്തിനെ അയച്ചു തരുവാന്ന് പറഞ്ഞെങ്കിൽ ആ 10ാമത്തെ ദിവസം വളരെ പരിശുദ്ധമായിട്ട് നല്ല വെള്ളഷർട്ടും ഒക്കെങ്കിൽ വെള്ളവാഞ്ചും ഒക്കെ ഇട്ട് വളരെ പരിശുദ്ധിയോടുകൂടെ ആ 10ാമത്തെ ദിവസം 11:30 മണിക്ക് ഞാനിവിടെ ആഗതനായിരിക്കും. എന്തിനു വേണ്ടിയാ? ആ 10ാമത്തെ ദിവസം അത് പ്രാപിക്കുക. നമ്മളെല്ലാവരും അങ്ങനെ മിടുക്കന്മാരും അങ്ങനെ ഇരുന്നേ. പരിശുദ്ധാത്മാവിനും എന്റെ കർത്താവിനും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തെറ്റ് പറ്റത്തില്ല. നീ ഹല്ലേലൂയ നിന്റെ സമയത്തായിരുന്നെങ്കിൽ, നിന്റെ സമയത്ത് കാത്തിരുന്ന്, നിന്റെ സമയത്ത് നീ പറയുന്നത് എല്ലാവരും കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ വരത്തില്ലായിരുന്നുള്ള വിശ്വാസക്കാരനാണ്. ആമേൻ പറയാമോ? ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സമയത്താണ് ദൈവം നിനക്ക് വേണ്ടത്. അതെന്റെ കർത്താവിന് അറിയാം. നീ അതിനുവേണ്ടി കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ അതിന് നിനക്ക് തരും. സ്തോത്രം. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് മുന്നോട്ട് വരട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടെ കാത്തിരിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ പ്ലേസിന്റെ പേര് പറഞ്ഞാൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എവിടെ കാത്തിരിക്കണം?
എവിടെ കാത്തിരിക്കണം? യെരൂശലേമിൽ കാത്തിരിക്കണം. എന്തുകൊണ്ടാണ് യെരൂശലേമിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിന് കാരണം അറിയാമോ? എന്തുകൊണ്ട് യെരൂശലേമിൽ കാത്തിരിക്കണം? എന്തുകൊണ്ട് യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം എന്ന് യേശു പറഞ്ഞു? കാരണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏകദേശം 40 ദിവസങ്ങൾക്ക് മുൻപ്, ഒരു 42 ദിവസങ്ങൾക്ക് മുൻപ് ഈ യെരൂശലേം തെരുവീതിൽ കൂടെ ഈ അരുമനാഥനായ കർത്താവിനെ ഹല്ലേലൂയ അവർ ചമ്മട്ടി കൊണ്ടടിച്ച് ഹല്ലേലൂയ ഒരു കുരിശും അവന്റെ തോളിൽ വെച്ച് അവന്റെ തലയിൽ ഒരു മുൾക്കിരീടവും വെച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഈ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ യേശു തമ്പുരാൻ ഹല്ലേലൂയ ഈ യെരൂശലേം തെരുവിൽ കൂടെ നടന്ന് ഗോൽഗോഥായിലേക്ക് പോയതാണ്. അത് ഈ ജനം മുഴുവനും കണ്ടതാണ്. യേശു ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട സ്ഥലം, യേശു അടിക്കപ്പെട്ട സ്ഥലം, യേശു ഉപദ്രവിക്കപ്പെട്ട സ്ഥലം, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം അത് യെരൂശലേമിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. യെരൂശലേമിൽ യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ, യെരൂശലേമിൻ തെരുവിൽ കൂടെ എന്റെ യേശു ക്രൂശ് കൊണ്ട് സഞ്ചരിച്ചെങ്കിൽ ഒരിക്കലും ഹല്ലേലൂയ തന്നെ പിൻപറ്റുന്ന ജനം ഹല്ലേലൂയ, സ്തോത്രം, അവരെ മാനിക്കപ്പെടേണ്ടത് ഹല്ലേലൂയ മറ്റൊരു സ്ഥലത്തല്ല, റോമിനല്ല, മറ്റൊരു സ്ഥലത്തല്ല. എന്റെ യേശുവിന്റെ ശിഷ്യന്മാരെ മാനിക്കപ്പെടേണ്ടത് എവിടെ എന്റെ യേശു നിന്ദിക്കപ്പെട്ടുവോ, എവിടെ എന്റെ യേശു തകർക്കപ്പെട്ടുവോ, എവിടെ എന്റെ യേശു ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടുവോ, എവിടെ എന്റെ യേശു ക്രൂശുമായി സഞ്ചരിച്ചുവോ അവിടെ തന്നെ, ആ സ്ഥലത്ത് തന്നെ ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നീ തകർക്കപ്പെട്ട സ്ഥലത്ത്, നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, നീ അപമാനിക്കപ്പെട്ട സ്ഥലത്ത്, അത് എവിടെയാണെങ്കിലും, അത് UAE-യിലാണെങ്കിലും, ഹല്ലേലൂയ ഷാർജയിലാണെങ്കിലും, ദുബായിലാണെങ്കിലും, അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ ഇവിടെ അപമാനിക്കപ്പെട്ടാൽ, ഇവിടെ നിന്ദിക്കപ്പെട്ടാൽ, നിന്നെ മാനിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ ഭാരതരാജ്യത്തല്ല. നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ നിന്റെ നന്മ കളയപ്പെട്ടുവോ അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയുമോ? ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്നവനായ ദൈവം, നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ മേശയൊരുക്കുന്നവനായ ദൈവം, നമ്മളെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചവനായ ദൈവം, ഹല്ലേലൂയ, നമ്മളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മളെ ഹല്ലേലൂയ വന്ദിക്കപ്പെടുവാൻ കാരണമാക്കി തീർത്ത ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. പകൽ രാത്രിക്കാലത്തെ കണ്ണുകളെ അടയ്ക്കാം. അല്പനിമിഷം ഒന്ന് മിനിറ്റുകൾ നമ്മുടെ കഥകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഇതേപോലെ ഉദാഹരണങ്ങൾ ഒത്തിരി പറയുവാനുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട്, ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ നന്മ നിറഞ്ഞ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങളെ പറഞ്ഞ സ്ഥലങ്ങൾ, നിന്റെ ഒരുപക്ഷെ നിന്റെ മാതൃദേശത്തായിരിക്കാം, അല്ല നിന്റെ ജോലി സ്ഥലത്തായിരിക്കാം, നിന്റെ സഹോദര മധ്യത്തിലായിരിക്കാം. അവിടെ നിന്ന് തന്നെ നിനക്ക് വേണ്ടി നന്മ വരുത്തി തന്ന ദൈവം. ഹല്ലേലൂയ. നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, നീ അപമാനിക്കപ്പെട്ട സ്ഥലത്ത്, നീ തകർക്കപ്പെട്ട സ്ഥലത്ത്, നീ ആക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത് നിന്നെ മാനിച്ചവനായ ദൈവത്തെ ഇത് പകൽക്കാലം നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വരുന്നു.